ശ്രീ വസന്ത് സിറിയക്, നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടോ കോൺഗ്രസ് ഇതാ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് ഉടൻ തന്നെ ഒരു നടപടി എടുത്തിരിക്കുന്നു, സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി എന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതൊരു ഒറ്റപ്പെട്ട പരാതി ഒന്നാണെങ്കിലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ദുരനുഭവം അയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന സ്വഭാവത്തിൽ പലതരത്തിലുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിന് മുന്നിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിനിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം. ഇപ്പോൾ ഈ പാലക്കാട് MLA എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുകയും കേസ് കൊടുക്കട്ടെ, ഞാൻ നേരിട്ടോളാം, സത്യം ജയിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് നൽകിയ ഔദ്യോഗിക വാഹനം അജ്ഞാത കേന്ദ്രത്തിലാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരു മാരുതി സ്വിഫ്റ്റിൽ അദ്ദേഹം ഇന്നലെ കടന്നു കളഞ്ഞതാണ്. എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. സംസ്ഥാന സർക്കാർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊടിക്കൈയാണ്, ഇത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്, അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു വലിയ തെറ്റിനെ കുറിച്ച് കോൺഗ്രസ് സംസാരിക്കാതെ ഇതിന്റെ സന്ദർഭം തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് വ്യക്തതയുള്ള CPM-ന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രതിനിധി ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 24-ലടക്കം ഞാൻ ചർച്ചയ്ക്കിരുന്ന കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ശശീന്ദ്രനും ശശിയും അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റു പല ചാനലുകളിൽ ഇരുന്നപ്പോഴും അവിടെയും ഇടതുപക്ഷത്തിന് പ്രതിനിധി ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങ് നോക്കൂ, കോൺഗ്രസിന് ഔദ്യോഗികമായി KPCC അംഗീകരിച്ചു വിടുന്ന വക്താക്കൾ ഈ വിഷയത്തിൽ എല്ലായിടത്തും ചർച്ചയിലുണ്ട്. കാരണം ഞങ്ങളെടുത്ത നിലപാടിൽ തെളിമയുണ്ട്. ആ നിലപാട് വ്യക്തതയോടുകൂടി കേരള പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ആർജവുമുണ്ട്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ, ഇപ്പോൾ അതൊരു പരാതിയായി മാറി, ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് എടുക്കാൻ പറ്റാവുന്ന പരമാവധി നടപടി അത് ഈ പാർട്ടി എടുത്തു കഴിഞ്ഞു. അതെന്റെ സഹപ്രവർത്തക സജനയും പറഞ്ഞു. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, നിസാര പദവിയല്ല. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തോട് ഡയറക്ഷൻ കൊടുത്ത് രാജിവെപ്പിച്ചു ഈ പാർട്ടി. രണ്ടാമത്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വരേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു, മാറ്റി നിർത്തി. പക്ഷേ MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചു. ആ തെളിമയുള്ള പക്ഷേ MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചു ശ്രീ വസന്ത്. അതിൽ നമ്മുടെ മുമ്പിൽ ഗോപികൃഷ്ണൻ, അതിൽ നമ്മുടെ മുമ്പിൽ മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ. ആ ബെഞ്ച് മാർക്ക് ഞങ്ങളൊന്നും അല്ല വെച്ചത്, CPM ആണ് വെച്ചത്. മുകേഷ് MLA ആയി തുടരട്ടെ. അല്ല, ബെഞ്ച് മാർക്ക് നോക്കിയിട്ടല്ലോ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ CPM-നെ പോലെയല്ല, ഞങ്ങൾ ഇതര രാഷ്ട്രീയ സംഘടനകളെ പോലെയല്ല, ആരോപണം ഉയർന്ന ഉടൻ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ മാറ്റി. പക്ഷെ പാലക്കാടിന്റെ MLA പദവി അലങ്കരിക്കുന്ന ആളായി നിങ്ങളുടെ രാഹുലിനെ അവിടെ പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ജനങ്ങളോട് നിങ്ങൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അല്ല ഗോപികൃഷ്ണൻ, വളരെ കൃത്യമാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അടുത്ത വരുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ അടുത്ത UDF-ന്റെ മന്ത്രിസഭ വരുമ്പോൾ അതിൽ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കി കളഞ്ഞേക്കാം എന്ന് പറഞ്ഞോ? അതിൽ ഫോറസ്റ്റ് വകുപ്പിന്റെ മന്ത്രിയാക്കിയേക്കാം എന്ന് പറഞ്ഞോ? അല്ല, അറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അധികാരം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? കാരണം MLA പദവിയിൽ നിന്ന് നിങ്ങൾ മാറ്റിയില്ലല്ലോ. MLA പദവിയിൽ നിന്ന് നിങ്ങൾ മാറ്റിയില്ലല്ലോ ശ്രീ വസന്ത്. അപ്പൊ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇതൊന്നും ചെയ്യില്ല എന്ന് ഇപ്പൊ ആര് കണ്ടു? MLA പദവി രാജിവെക്കണം. പിന്നെ കോൺഗ്രസിൽ നിന്ന് അല്ല ശ്രീ വസന്ത്, ഞാൻ താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തരാം. ഇടയ്ക്ക് കയറി പിന്നെ ഞാൻ ഇടപെടുന്നു എന്നുള്ള പരാതി താങ്കൾ പറയുന്നത് ഞാൻ സമയം തരാം. പക്ഷെ ഒറ്റ കാര്യം, അതായത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, ഒക്കെ ശരിയാണ്. ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്തും രാഹുൽ ഉണ്ടായിരുന്നു, വീടാന്തരം കയറി ഈ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. പിന്നെ ആശാ വർക്കർമാരുടെ സമരത്തിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഇടങ്ങളിലൊക്കെ കാലുകുത്താൻ എനിക്ക് കഴിയുമെങ്കിൽ വീട് കയറി പ്രചാരണം നടത്താനും ഞാൻ ഉണ്ടാകും എന്ന് രാഹുൽ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിച്ച് സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ്
ഓക്കെ, അങ്ങ് പറഞ്ഞു ഓരോന്നിനും എണ്ണി മറുപടി പറയാം, അങ്ങ് ഇടപെടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങ് പറഞ്ഞത് പാലക്കാട്ടെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിലാണ് സജന പരാതി കൊടുത്തതെന്ന് എൻ്റെ സഹപ്രവർത്തക, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ എൻ്റെ സഹപ്രവർത്തകയാണ് സജന തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പാലക്കാട് ഉണ്ടായത്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്ത് അയാൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവർ, അയാൾക്ക് വേണ്ടി വീട് കയറിയവർ, അയാൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് മേഖലയിൽ മുഴുവൻ പ്രവർത്തിച്ചവർ, ആ സാധാരണക്കാരായ പ്രവർത്തകർ ഈ തവണ മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് വൈകാരികമായ അടുപ്പമുള്ളവർക്കാണ് ബൂത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, ഒന്നുമല്ലാത്തവർ, അവരുമായി വൈകാരികമായ അടുപ്പത്തിന്റെ പുറത്ത്, അവർ വിളിച്ചതിന്റെ പുറത്ത് അയാൾ വീട് കയറിയിട്ടുണ്ടാവും. അത് വാർത്തയായപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യത്തെ രണ്ടാമൻ, ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിലെ കേരളത്തിലെ ഒന്നാമൻ, പാർട്ടിയുടെ CLP ലീഡർ ശ്രീ VD സതീശൻ അടക്കമുള്ളവർ വ്യക്തമായ നിലപാട് പറഞ്ഞു. പാർട്ടി അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ആരും അവിടെ വീട് കയറണ്ട എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടം തന്നെ ഇപ്പൊ നിങ്ങൾ ഒളിവിലാണ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്തൊരു അവസ്ഥയാണ് ശ്രീ വസന്ത് സിറിയക്. അതായത് പാർട്ടി നേതാക്കൾ പറയുന്നു ഞങ്ങൾ, ശ്രീ വസന്ത് സിറിയക്, ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, സസ്പെൻഷനിലാണെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് ഇവിടെ കാലുകുത്താൻ പറ്റുമെങ്കിൽ, കാലുകുത്താൻ പറ്റുന്നിടത്തോളം കാലം, കാലുകുത്തി നടക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ ഈ പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന്. ആരെയാണ് രാഹുൽ വെല്ലുവിളിക്കുന്നത്? ജനങ്ങളെയോ കോൺഗ്രസ് നേതൃത്വത്തെയോ? ആരെയാണ്? UDFന്റെ അല്ല ശ്രീ ഗോപികൃഷ്ണൻ, UDFന്റെ ഭാഗമായുള്ള പ്രചരണ രംഗത്തല്ല അയാൾ ഉള്ളത്. അയാളുടെ കൈ കൂച്ചുവിലങ്ങിട്ട് കെട്ടിവെക്കാൻ വേണ്ടി ഇന്ദിരാഭവനിൽ നിന്ന് ഓർഡർ ഇടാനൊന്നും പറ്റില്ലല്ലോ. അയാൾ വീട് കയറാൻ തീരുമാനിച്ചു, അയാൾ വീട് കയറുന്നു. അയാൾ എല്ലാ കാലത്തും പിണറായി വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളാണ്. അയാൾ അത് വീടുകളിൽ കയറി സംസാരിച്ചു, കേൾക്കുന്നവർ കേട്ട് കാണും. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും, ഞങ്ങളുടെ ഔദ്യോഗിക പാനലായോ ഞങ്ങളുടെ ഔദ്യോഗിക സ്റ്റാർ ക്യാമ്പയിനറായോ ഒന്നുമല്ല അയാൾ വീട് കയറിയത്. അതിഥികളിലേക്ക് പോകും. വസന്ത് ഒരൊറ്റ സെക്കൻഡ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമാകുകയും ശബരിമല സ്വർണ്ണ കവർച്ച ചർച്ചയാവുകയും പ്രമുഖർ അറസ്റ്റിലാകുകയും ചെയ്യുമ്പോൾ പൊതുശ്രദ്ധ തിരിക്കാനുള്ള BJP സഹായത്തോടുള്ള നീക്കമാണ് ഈ നടന്നിരിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. ആ അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അല്ല, നോക്കൂ ഗോപികൃഷ്ണൻ, ഞാനും ഒരു അഭിഭാഷകനാണ്. നമ്മൾ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയേഴ്സ്, അത് പറയുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ നമ്മൾ കൃത്യമായി എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ മുൻകൂർ ജാമ്യത്തിന് എതിരായി നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിന് സാഹചര്യം ഒരുക്കിയത് എന്നത് പറയും. അത് പറയുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകന് അല്ലെങ്കിൽ രാഹുലിന് വ്യക്തിപരമായി അങ്ങനെ ചിന്തിക്കാൻ തോന്നിയെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഔദ്യോഗികമായി പാർട്ടിയെ സംബന്ധിച്ച് ഇതിപ്പോ കോൺഗ്രസിന്റെ പെടലിക്ക് ചാരുന്നതിൽ അതിൽ CPM-ന് തൽക്കാലം സ്വർണ്ണക്കൊള്ള അടക്കമുള്ളത് മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.